അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, വീണ്ടും ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠസന്ദർഭമാണ് പറഞ്ഞു നിർത്തിയത്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു കഥ മുഴുവനായിട്ട് സാർ പറഞ്ഞു തന്നു. അതിലെ കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങളും സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏത് വാക്കാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്? ഹലോ, ക്യൂരിയോസിറ്റി ആണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ വാക്ക്. അപ്പോൾ ക്യൂരിയോസിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ജിജ്ഞാസ എന്നാണ്. അപ്പോൾ ആ കഥയെക്കുറിച്ച് ഒന്നുകൂടിയും, ആ കഥ എഴുതിയത് പ്രഭാത് കുമാർ മുഖോപാധ്യായാണ്, ഒരു ബംഗാളി റൈറ്ററാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ബേസിക്കലി സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള എഴുത്തുകളാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ നടത്താറുള്ളത്. അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ സാധാരണക്കാരുടെ ജീവിതം സിമ്പിളായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്ന ഒരു ശൈലി. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ലീല റേ എന്നു പേരുള്ള വ്യക്തിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ബേസിക്കലി ഒരു 4 ക്യാരക്ടേഴ്സിന് റൗണ്ട് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു കഥയാണ്. സെൻട്രൽ ക്യാരക്ടർ മാഗി, നെറേറ്ററായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത, മിസ്സിസ് ക്ലിഫോർഡ് മാഗിയുടെ അമ്മ, ഫ്രാൻസിസ് മാഗിയുടെ സഹോദരൻ. അപ്പോൾ ഒരു ചെറിയ കുട്ടി എങ്ങനെ ബാല്യത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ചുമതല മുഴുവനായിട്ട് ഏറ്റെടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിൽ അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭ സാഹചര്യമാണ് കഥയുടെ കഥാപശ്ചാത്തലം, അല്ലെങ്കിൽ കഥയുടെ ഒരവസാനം. അപ്പോൾ ആ കുട്ടി സഹോദരന് പൂവ് വെക്കാനായിട്ട് ആ നെറേറ്ററായിരിക്കുന്നു മിസ്റ്റർ ഗുപ്ത ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ ഈ മാഗി ഇംഗ്ലണ്ടിലാണ്, സഹോദരനായിരിക്കുന്നു ഫ്രാൻസിസ് ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ ആ സഹോദരൻ്റെ കല്ലറയിൽ വയ്ക്കുവാനുള്ള പൂ വാങ്ങാനുള്ള പൈസ ഷില്ലിങ് നമ്മുടെ നെറേറ്ററായിരിക്കുന്ന മിസ്റ്റർ ഗുപ്തയുടെ അടുത്ത് കൊടുത്ത് അതോടുകൂടി ചെറിയൊരു കടമയെങ്കിലും സഹോദരനോട് ചെയ്ത് തീർക്കുകയാണ് മാഗി. അപ്പോൾ അങ്ങനെ നല്ലൊരു മൂല്യമുള്ള ഒരു കഥയാണിത്. ഈ കഥ മുഴുവനായിട്ട് കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മൾ അവസാനം എഴുതിയത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ജിജ്ഞാസ അഥവാ അറിയുവാനുള്ള ആഗ്രഹം. അപ്പോൾ ഇനി അടുത്ത വാക്കിൻ്റെ അർത്ഥം നമുക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതാം, പെർസിസ്റ്റഡ്. PERSISTED, പെർസിസ്റ്റഡ്. PERSISTED, പെർസിസ്റ്റഡ്. എഴുതിയോ? പെർസിസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർബന്ധം പിടിച്ചു എന്നാണ്. പെർസിസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർബന്ധം പിടിച്ചു എന്നാണ്. പെർസിസ്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർബന്ധം പിടിച്ചു എന്നാണ്. എഴുതിയോ? ഓക്കെ, അടുത്ത വാക്ക് എഴുതാം, ഹെസിറ്റൻ്റ്ലി. HESITANTLY, ഹെസിറ്റൻ്റ്ലി. ഹെസിറ്റൻ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എഴുതാം, സംശയത്തോടെ. ഹെസിറ്റൻ്റ്ലി സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. HESITANTLY, ഹെസിറ്റൻ്റ്ലി. എഴുതിയോ? ഒന്നുകൂടി പറഞ്ഞു തരണോ? എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. HESITANTLY, ഹെസിറ്റൻ്റ്ലി. ഇപ്പോൾ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയോ? അർത്ഥം പറഞ്ഞുതരാം. സംശയത്തോടെ. ഹെസിറ്റൻ്റ്ലി സംശയത്തോടെ. എഴുതിയോ? ഹലോ, ഓക്കെ. നമുക്ക് അടുത്ത വാക്ക് എഴുതാം, എൻട്രീറ്റി. ENTREATY, എൻട്രീറ്റി. അപേക്ഷ. എൻട്രീറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ. അപേക്ഷ. എഴുതിയോ? ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് എഴുതാം, എക്കമ്പനി. എക്കമ്പനി സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം. ACCOMPANY.
COMPANY, എ കമ്പനി. ഒന്നുകൂടിയും പറഞ്ഞുതരാം. ACCOMPANY, എ കമ്പനി. അനുഗമിക്കുക, എ കമ്പനി അനുഗമിക്കുക, എ കമ്പനി അനുഗമിക്കുക. എഴുതിയോ? ഓക്കെ, എ കമ്പനി അനുഗമിക്കുക. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇംപവറിസ്റ്റ്. അടുത്ത വാക്ക് ഇംപവറിസ്റ്റ്. IMPOVERISHED, ഇംപവറിസ്റ്റ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. IMPOVERISHED, ഇംപവറിസ്റ്റ്. ഇംപവറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ദരിദ്രരായ. ഇംപവറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ദരിദ്രരായ. എഴുതിയോ? ഇംപവറിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ദരിദ്രരായ. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ബ്രിംഡ്. ബ്രിംഡ്. BRIMMED, ബ്രിംഡ്. ബ്രിംഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിറഞ്ഞു. ബ്രിംഡ്, നിറഞ്ഞു. എഴുതിയോ? അപ്പോൾ അതിനൊരു ഉദാഹരണ സെൻറ്റൻസ് സാർ പറഞ്ഞുതരാം. ദ റിവർ ബ്രിംഡ് വിത്ത് വാട്ടർ, അല്ലേ? നദി വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ഒഴുകി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രിംഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിറഞ്ഞു. എഴുതിയോ? അടുത്ത വാക്ക് എഴുതാം, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. GRATITUDE, ഗ്രാറ്റിറ്റ്യൂഡ്. ഒരിക്കൽ കൂടി സ്പെല്ലിംഗ് പറഞ്ഞു തരാം. GRATITUDE, ഗ്രാറ്റിറ്റ്യൂഡ്. എഴുതിയോ? ഹലോ? എല്ലാവരും എഴുതിയോ? ആൺകുട്ടികൾ വർത്താനം കേൾക്കാമല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി എന്നാണ്. എഴുതിയാ? പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരും പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. സാറ് എല്ലാ ദിവസവും രാവിലെ ഓരോ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഇട്ട് തരുന്നില്ലേ യൂട്യൂബ് ക്ലാസ്സിൻ്റെ? ഹലോ? അത് നമ്മുടെ കോമൺ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് സാർ ഇട്ട് തരുന്നത്. കോമൺ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? അതെല്ലാവരും നിർബന്ധമായിട്ട് കേട്ട് പഠിച്ചോളണം. പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ആ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരാറ്. പബ്ലിക് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അത്. അപ്പോൾ ദയവ് ചെയ്ത് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോളണം. അത് അറ്റൻഡ് ചെയ്യല, അത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കണം. അപ്പോൾ അത് ഷുവർ ക്വസ്റ്റ്യൻസാണ്, ഷുവർ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും അതേ മോഡലിൽ വേറെ ചോദ്യങ്ങൾ വരും പബ്ലിക് എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതേണ്ട രീതിയും ആ രീതികളൊക്കെയാണ് സാറ് ആ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ദയവായിട്ട് അത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും സാറ് ഞായർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും സാറ് ആ വീഡിയോസ് മാറി മാറി ഇട്ട് തരും. മുൻപത്തെ ക്ലാസ്സുകളുടെ വീഡിയോസാണ് കേട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ? അത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് നോക്കണ്ട, സാറ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ ആ വീഡിയോ ക്ലാസ് ലിങ്ക്, അപ്പോൾ അത് പഠിക്കാനുള്ളതാണെന്ന് അർത്ഥം കേട്ടോ. മനസ്സിലായല്ലോ? ഹലോ, എല്ലാവരും അതുപോലെ ചെയ്യില്ലേ? പഠിക്കില്ലേ? ഹലോ? ഓക്കെ, ആൺകുട്ടികൾ ഓർക്കെ പറയൂ, സാർ കേട്ടില്ല. ഹലോ? എല്ലാവരും അങ്ങനെ ചെയ്യാവുന്ന. ശരി ശരി കേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അപ്പോഴെനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യണ്ടെന്ന്. ഓക്കെ, അടുത്ത വാക്ക് എഴുതാം. ഇന്റർഫിയർ. INTERFERE, ഇന്റർഫിയർ. ഇന്റർഫിയർ, ഇന്റർഫിയർ. ഇടപെടുക. ഇന്റർഫിയർ, ഇടപെടുക. ഇന്റർഫിയർ, ഇടപെടുക. എഴുതിയോ?
ഇൻ്റർഫിയർ ഇടപെടുക. എഴുതിയ ഇൻ്റർഫിയർ സ്പെല്ലിംഗ് സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. INTERFERE ഇൻ്റർഫിയർ ഇടപെടുക. ഇൻ്റർഫിയർ ഇടപെടുക. എഴുതിയല്ലോ. ഓക്കെ. ഈ അർത്ഥങ്ങൾ സാർ തരുമ്പോൾ ഈ അർത്ഥങ്ങൾ എഴുതുന്നതോട് കൂടി നിങ്ങളത് പഠിക്കണം കേട്ടോ. നിങ്ങളത് ഗ്രഹിച്ച് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. ബൈ ഹാർട്ട് പഠിക്കല്ല, മനസ്സിലാക്കി പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാറ് ചില സാധാരണ തലത്തിലുള്ള സെൻറ്റൻസുകൾ തരുന്നത്. ആ സെൻറ്റൻസിൽ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞപ്പോൾ നേരത്തെ റിവർ ബ്രിംഡ് വിത്ത് വാട്ടർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ കേട്ടോ, അത് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ പഠിച്ചോളോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ എന്നെ ചോദിക്കും ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഡിലൈറ്റഡ്. DELIGHTED ഡിലൈറ്റഡ്. DELIGHTED ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷിക്കുക. ഇപ്പോൾ പുതുതായി ചേർന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ചേർന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ഇനി സാറ് അവസാനം വരാത്ത വിദ്യാർത്ഥികളുടെ പേര് വിളിക്കും. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് സാറേ പ്രസൻറ്റ് മാർക്ക് ചെയ്യണം എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അർത്ഥങ്ങളാണ് എഴുതണത്. മുന്നത്തെ തൊട്ട് മുമ്പത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലെടുത്ത പാഠത്തിൻ്റെ അർത്ഥങ്ങളാണ് എഴുതുന്നത്. ഡിലൈറ്റഡ് ആണ് അവസാനം എഴുതിയ വാക്ക്. അതൊരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. DELIGHTED ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് എന്നാൽ സന്തോഷിക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഇന്റർഫിയറിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടപെടുക, ഇന്റർഫിയർ ചെയ്യുക, ഇടപെടുക. മനസ്സിലായോ? സാർ ഒരു ഉദാഹരണ സെന്റൻസ് പറഞ്ഞുതരാം. നിങ്ങൾ ഫുട്ബോൾ ഇടയ്ക്ക് കാണാറുള്ള ആൾക്കാരാണല്ലോ. ക്രിസ്ത്യാനോ റൊണാൾഡോ interfered a pass between മെസ്സി ആൻഡ് ഏഞ്ചൽ മറിയ. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയുടെയും ഏഞ്ചൽ മറിയയുടെയും ഇടയിൽ ഇൻ്റർഫിയർ ചെയ്തു. എപ്പോൾ? ഒരു ഫുട്ബോൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ. മനസ്സിലായോ? ഇൻ്റർഫിയർ മനസ്സിലായില്ലോ? ഹലോ, ഇടപെടുക, ഇൻ്റർഫിയർ ചെയ്തു. ഇപ്പോൾ ഒരു പാസ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ്റർഫിയർ ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഏഞ്ചൽ മറിയ മെസ്സിക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക. പാസ് ചെയ്യണതിൻ്റെ ആ പാസ് ഇൻ്റർഫിയർ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് തട്ടിമാറ്റി. അല്ലെങ്കിൽ വേറെയും പല വാചകങ്ങൾ, അർത്ഥം മനസ്സിലാക്കാവുന്ന വാചകങ്ങളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് സം സ്റ്റുഡൻസ് ഇൻ്റർഫിയർഡ് ഇൻ എ ജനറൽ പ്രോബ്ലം വിത്ത് ബസ് കണ്ടക്ടേഴ്സ്. കുറച്ച് കുട്ടികളെ ഒരു സാധാരണയായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ, കണ്ടക്ടർമാരായിട്ടുള്ള പ്രശ്നത്തിൽ, ഏതോ പ്രശ്നത്തിൽ കേട്ടോ, ഇന്ന പ്രശ്നം എന്നല്ല, ഏതോ എപ്പോഴോ നടന്ന പ്രശ്നത്തിൽ ഇടപെട്ടു. മനസ്സിലായോ? ഇൻ്റർഫിയറിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? ഹലോ, ഇനി സംശയം ഉണ്ടോ? ഹലോ ഹലോ മനസ്സിലായല്ലോ? ഇനി സാറ് പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഡിലൈറ്റഡ് നമ്മൾ എഴുതി. ഇനി അടുത്ത വാക്ക് എഴുതാം. അഫെക്ഷനേറ്റ്. AFFECTE അഫെക്ഷനേറ്റ്. അഫെക്ഷനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമുള്ള എന്നാണ് അർത്ഥം. അഫെക്ഷനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹമുള്ള എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? സാറാ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞു തരാം. സ്പെല്ലിംഗ് എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. AFFECTIONATE അഫെക്ഷനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ള എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയല്ലോ? അടുത്ത വാക്ക് എഴുതാം. ഇനി അടുത്ത വാക്ക് എഴുതാം. ഓക്കെ. മിസ്റ്റീരിയസ്ലി സ്പെല്ലിംഗ് സാർ പറഞ്ഞു തരാം. MYSTERIOUSLY മിസ്റ്റീരിയസ്ലി.
ഒന്നുകൂടി സാർ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. MYSTERIOUSLY മിസ്റ്റീരിയസ്ലി. രഹസ്യ സ്വഭാവമുള്ള. എഴുതിയോ? രഹസ്യ സ്വഭാവമുള്ള. മിസ്റ്റീരിയസ്ലി രഹസ്യ സ്വഭാവമുള്ള. എഴുതിയല്ലോ? ഓക്കെ. ഒക്കൾട്ട്. OCCULT. ഒക്കൾട്ട് സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. OCCULT. ഒക്കൾട്ട്. ഒക്കൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദ ശക്തിയുള്ള. ഒക്കൾട്ട് മന്ത്രവാദ ശക്തിയുള്ള. ഒക്കൾട്ട് മന്ത്രവാദ ശക്തിയുള്ള. ഓക്കെ, സാറാ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. OCCULT. ഒക്കൾട്ട്. എഴുതിയോ? ഹലോ, എഴുതിയോ? OCCULT. ഒക്കൾട്ട്. ഒക്കൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദ ശക്തിയുള്ള. ഒക്കൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദ ശക്തിയുള്ള. അടുത്ത വാക്ക് എഴുതിക്കോ. ഇവിടെ മന്ത്രവാദ ശക്തിയുള്ളതെന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു റിങ് ഇല്ലേ, ക്രിസ്റ്റൽ റിങ്, അതിനെയാണ് അവിടെ മന്ത്രവാദ ശക്തിയുള്ളതെന്ന് തെറ്റിദ്ധരിച്ചത്. ആര്? മിസ്സസ് ക്ലിഫോർഡ് കേട്ടോ. ഇപ്പം രണ്ടാമതൊരു സഞ്ജയ് PS വന്നല്ലോ. ഈ സഞ്ജയ് PS ഏതിലുള്ളതാ? ഹലോ, ക്യാപ്പിൽ. അപ്പോൾ രണ്ടുപേര് സഞ്ജയ് PS തന്നെയാണോ? ക്യാപ്പിലും അതേപോലെ തന്നെ OFEയിലും രണ്ടുപേര് സഞ്ജയ് PS തന്നെയാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വാക്ക് എഴുതാം. ഒക്കൾട്ടാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതാം. ഡിസെൻഡഡ്. നേരത്തെ പറഞ്ഞിട്ടാ സഞ്ജയ് PS, ക്യാപ്പിലുള്ള സഞ്ജയ് PS. ഹലോ, സഞ്ജയ് കേൾക്കുന്നുണ്ടോ? നേരത്തെ വരണട്ടോ, നീ വഴുകരുതട്ടോ. സാറ് തുടങ്ങിയിട്ട് 12 മണിക്കൂറാവാറായി. ഡിസെൻഡഡ്. ഡിസെൻഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഡിസെൻഡഡ്. DESCENDED. ഡിസെൻഡഡ്. ഡിസെൻഡഡ് എഴുതിയോ? DESCENDED. ഡിസെൻഡഡ്. ഡിസെൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിറങ്ങി. ഡിസെൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിറങ്ങി. എഴുതിയോ? ഡിസെൻഡഡ്, താഴേക്കിറങ്ങി. ഈ ഡിസെൻഡഡ് ഫ്രം ദ ഹിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവൻ കുന്നിന്ന് താഴേക്ക് ഇറങ്ങി എന്നാണ് കേട്ടോ. ഡിസെൻഡഡ് ഫ്രം ദ ഹിൽ. കേട്ടോ? ഹലോ, ഓക്കെ. ഡിസെൻഡഡ്, താഴേക്ക് ഇറങ്ങി. ഇനി അടുത്ത വാക്ക് എഴുതിക്കോളൂ. ഫെസ്റ്റിവിറ്റി. FESTIVITY. ഫെസ്റ്റിവിറ്റി. FESTIVITY. ഫെസ്റ്റിവിറ്റി. ഫെസ്റ്റിവിറ്റി എഴുതിയോ? ഫെസ്റ്റിവിറ്റി ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. FESTIVITY. ഫെസ്റ്റിവിറ്റി. ഫെസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷം എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ പെരുന്നാൾ, പൂരം എന്നൊക്കെ പറയില്ലേ, ആഘോഷങ്ങൾ. ആഘോഷം എഴുതിയ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ അതിൽ പെടും കേട്ടോ. ഫെസ്റ്റിവിറ്റി, ആഘോഷം. ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ കേട്ടോ. എഴുതിയോ? ഹലോ, ഓക്കെ. സാർ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്തോളൂ. അപ്പോഴേ സാറിന് മനസ്സിലാവുള്ളൂ നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് കേട്ടോ. ഓക്കെ, അടുത്ത വാക്ക് എഴുതാം. ഇൻഗ്രീഡിയൻസ്. INGREDIENTS. ഇൻഗ്രീഡിയൻസ് എഴുതിയോ? ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോ. INGREDIENTS. ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവത്തിനുള്ള സാമഗ്രികൾ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കണമെങ്കിലേ പാല് വേണം, അല്ലെങ്കിൽ അട വേണം, അതുപോലെ തന്നെ അട അല്ലെങ്കിൽ സേമിയ, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി വേണം, അതുപോലെ തന്നെ ശർക്കര അല്ലെങ്കിൽ മധുരം വേണം. അപ്പോൾ ഇതൊക്കെയാണ് പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. അതായത് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വിഭവത്തിനുള്ള സാമഗ്രികൾ. മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. റെയ്സിൻസ്. RAISINS.
RAISINS raisins. RAISINS raisins. ഉണക്കമുന്തിരി റൈസിൻസ് ഉണക്കമുന്തിരി. എഴുതിയോ? ഹലോ, ഓക്കെ. ഇതുവരെ സഞ്ജയ് PS എഴുതിയോ? ഹലോ സഞ്ജയ് അവിടെ ഇല്ലേ? ഹലോ, ഓക്കെ. ഓൺലൈനിലെത്തുമ്പോൾ പറഞ്ഞോളൂട്ടോ. സാറ് വിളിച്ചിരുന്നു. അപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട് ചില വിദ്യാർത്ഥികളുടെ. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഞ്ജയ് ഓൺലൈനിലാണോ? ഓക്കെ. ഇപ്പോൾ അടുത്ത വാക്ക് എഴുതാം. ഞാൻ ചോദിക്കുമ്പോൾ ഓരോരുത്തർ പേര് വിളിച്ച് ചോദിക്കും കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് ഇരുന്നോളൂ. റെസ്യൂംഡ്. RESUMED റെസ്യൂംഡ്. RESUMED റെസ്യൂംഡ്. എഴുതിയോ? റെസ്യൂംഡ് വീണ്ടും തുടങ്ങി. റെസ്യൂംഡ് വീണ്ടും തുടങ്ങി. റെസ്യൂംഡ് വീണ്ടും തുടങ്ങി. റെസ്യൂംഡ് വീണ്ടും തുടങ്ങി. OFEയിലുള്ള സഞ്ജയ് ശ്രദ്ധിക്കുന്നുണ്ടോ? OFEയിലുള്ള സഞ്ജയ്, ഹലോ. വെരി ഗുഡ്. റെസ്യൂംഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത്? റെസ്യൂംഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത് സഞ്ജയ്? ഹലോ, സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. റെസ്യൂംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. റെസ്യൂംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി എന്നാണ്. ഇപ്പോൾ അത് മനസ്സിലായല്ലോ? ഹലോ സഞ്ജയ്, ഹലോ സഞ്ജയ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. എറിൻ റെസ്യൂംഡ് എന്ന് വെച്ചാൽ എന്താണ്? വെരി ഗുഡ്. ഓക്കെ. അടുത്ത വാക്ക് നമുക്ക് എഴുതിയെടുക്കാം. സഞ്ജയ് അത് ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതിയെടുക്കാം. ട്രേസ്. TRACE ട്രേസ്. TRACE ട്രേസ്. അടയാളം. ട്രേസ്. TRACE ട്രേസ്. അടയാളം. ട്രേസ് അടയാളം. സാറ് ഇടയ്ക്ക് ഇതേപോലെ ചോദിക്കട്ടെ ഓരോരുത്തർ പേര് വിളിച്ചിട്ട്. അപ്പോൾ എല്ലാവരും നേരത്തിന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരിക. ലേറ്റ് ആയവരോട് ചിലപ്പോൾ കൂടുതൽ ചോദിക്കാം കേട്ടാ. ട്രേസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ട്രേസ് എന്ന് വെച്ചാൽ അടയാളം. എഴുതിയോ? ട്രേസ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിയോ? ട്രേസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കെ അടയാളം. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത വാക്ക് എഴുതാം. വാനിഷ്ഡ്. VANISHED വാനിഷ്ഡ്. VANISHED വാനിഷ്ഡ്. അപ്രത്യക്ഷമായി. വാനിഷ്ഡ് അപ്രത്യക്ഷമായി. വാനിഷ്ഡ് അപ്രത്യക്ഷമായി. വാനിഷ്ഡ് അപ്രത്യക്ഷമായി. എഴുതിയോ? വാനിഷ്ഡ് അപ്രത്യക്ഷമായി. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ഗെയ്സിങ്. GAZING ഗെയ്സിങ്. GAZING ഗെയ്സിങ്. നിരീക്ഷിക്കുക. ഗെയ്സിങ് നിരീക്ഷിക്കുക. എഴുതിയോ? ഗെയ്സിങ് സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞുതരാം. GAZING ഗെയ്സിങ് നിരീക്ഷിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഓക്കെ. മിറാക്കുലസ്. മിറാക്കുലസ്. MIRACULOUS മിറാക്കുലസ്. മിറാക്കുലസ്. ഒരു കൂടി ആ സ്പെല്ലിംഗ് സാർ പറഞ്ഞു തരാം. MIRACULOUS മിറാക്കുലസ്. മിറാക്കുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന. മിറാക്കുലസ് അതിശയിപ്പിക്കുന്ന. മിറാക്കുലസ് അതിശയിപ്പിക്കുന്ന. മിറാക്കുലസ് അതിശയിപ്പിക്കുന്ന. എഴുതിയോ? മിറാക്കുലസ് എഴുതി. ഓക്കെ. ഷാറ്റർ. SHATTER ഷാറ്റർ. SHATTER ഷാറ്റർ. ഷാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർക്കുക. ഷാറ്റർ. SHATTER ഷാറ്റർ. ഷാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർക്കുക. ഷാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർക്കുക.
എഴുതിയോ? ഓക്കെ, അടുത്ത വാക്ക് എഴുതാം. സ്റ്റയേർഡ്, STARED, സ്റ്റയേർഡ്, STARED, സ്റ്റയേർഡ്, STARED, സ്റ്റയേർഡ്. സൂക്ഷിച്ച് നോക്കുക, സ്റ്റയേർഡ്, സൂക്ഷിച്ച് നോക്കുക. എഴുതിയോ? സ്റ്റയേർഡ് എഴുതിയോ? ഓക്കെ, സ്റ്റയേർഡ്, സൂക്ഷിച്ച് നോക്കുക. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ഇൻറ്റൻസ്ലി, INTENSELY, ഇൻറ്റൻസ്ലി, INTENSELY, ഇൻറ്റൻസ്ലി. സൂക്ഷ്മതയോടെ, ഇൻറ്റൻസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മതയോടെ. എഴുതിയോ? ഇൻറ്റൻസ്ലി, സൂക്ഷ്മതയോടെ. എഴുതിയാ? ഓക്കെ. ആൺകുട്ടികൾ എന്താ ഉത്തരം പറയാത്തെ? എഴുതി കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. എക്സ്ക്ലെയിംഡ്, EXCLAIMED, എക്സ്ക്ലെയിംഡ്. ഒരിക്കൽ കൂടി പറയാം. EXCLAIMED, എക്സ്ക്ലെയിംഡ്. എക്സ്ക്ലെയിംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതത്തോടെ പറഞ്ഞു. എക്സ്ക്ലെയിംഡ്, അത്ഭുതത്തോടെ പറഞ്ഞു. എഴുതിയോ? ഹലോ? പെൺകുട്ടികൾ എന്താ പറയാത്തെ? എഴുതി കഴിഞ്ഞോ? വെരി ഗുഡ്. എക്സ്ക്ലെയിംഡ്, അത്ഭുതത്തോടെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. പെർസുവേഡഡ്, PERSUADED, പെർസുവേഡഡ്, PERSUADED, പെർസുവേഡഡ്, പെർസുവേഡഡ്. എഴുതിയോ? ഓക്കെ, അതിൻ്റെ അർത്ഥം എഴുതാം. സ്നേഹത്തോടെ നിർബന്ധിച്ചു. പെർസുവേഡഡ്, സ്നേഹത്തോടെ നിർബന്ധിച്ചു, സ്നേഹത്തോടെ നിർബന്ധിച്ചു. പെർസുവേഡഡ്, സ്നേഹത്തോടെ നിർബന്ധിച്ചു. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഓക്കെ, ഹംഡ്. ഹംഡ്, HUMMED, ഹംഡ്, HUMMED, ഹംഡ്, ഹംഡ്. എഴുതിയോ? ഹംഡ്. ഹംഡ് എന്ന് വെച്ചാൽ മൂളി എന്നാണ് അർത്ഥം. ഹംഡ്, മൂളി. മൂളി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മൂളിപ്പാട്ട് പാടാന്നൊക്കെ പറയില്ല, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഹംഡ്, മൂളി കേട്ടോ. മനസ്സിലായല്ലോ? ഹലോ? ഹംഡ് എന്ന് വെച്ചാൽ മൂളി, മൂളി എന്ന് വെച്ചാൽ മൂളിപ്പാട്ട് പാടുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പെരുന്നാളിനും പൂരത്തിനൊക്കെ നമ്മൾ കത്തിക്കണ മൂളി പടക്കല്ലാട്ടാ, മൂളി അല്ലാട്ടാ. മൂളി എന്ന് വെച്ചാൽ നമ്മൾ മൂളിപ്പാട്ട് പാടി എന്നാണ് അവിടെ അർത്ഥമാക്കണം കേട്ടോ. മനസ്സിലായല്ലോ? ഹംഡ് സോങ്, ഹംഡ് സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂളിപ്പാട്ട് പാടി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ലാവിഷ്ലി, LAVISHLY, ലാവിഷ്ലി, LAVISHLY, ലാവിഷ്ലി, LAVISHLY, ലാവിഷ്ലി. ധാരാളമായി, ലാവിഷ്ലി എന്ന് വെച്ചാൽ ധാരാളമായി. ലാവിഷ്ലി, ധാരാളമായി, ലാവിഷ്ലി, ധാരാളമായി. ലാവിഷ്ലി എന്ന് വെച്ചാൽ ധാരാളമായി. എഴുതിയോ? ലാവിഷ്ലി, ധാരാളമായി. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൂളി, മൂളിയൊന്നും കത്തിക്കണതൊക്കെ കുറച്ച് അപകടം പിടിച്ച പരിപാടി കേട്ടാ. സാറിൻ്റെ കൂട്ടുകാരൻ്റെ കൈ ഒരു പ്രാവശ്യം ഇതേപോലെ കമ്പിത്തിരിയും മൂളിയൊക്കെ കത്തിച്ചപ്പോൾ ചെറുതായി പൊള്ളി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊന്നും പ്രിയ വിദ്യാർത്ഥികൾ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ കത്തിക്കാനൊക്കെ ഉപയോഗിക്കും. വല്ല പെരുന്നാളൊക്കെ വരുമ്പോൾ ദൂരത്ത് നിന്നിട്ട് കണ്ടാൽ മതി, ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടാ. കൈയും കാലൊക്കെ പൊള്ളും. അതൊന്ന് സൂക്ഷിക്കുക, എപ്പോഴും സൂക്ഷിക്കുക കേട്ടാ. കേട്ടോ? ഹലോ? ഓക്കെ ഓക്കെ. കുറച്ച് ദൂരത്ത് നിന്നിട്ട് ഇത്തരം സാധനങ്ങൾ കത്തിക്കണതൊക്കെ കണ്ടോ? പക്ഷേ ഇത് കയ്യിൽ കൊണ്ട് കത്തിക്കുക ഒന്നും ചെയ്യേണ്ട, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാറ് പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞത് മാത്രം. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. എസ്റ്റോണിഷ്മെൻറ്റ്, എസ്റ്റോണിഷ്മെൻറ്റ് കേൾക്കാമല്ലോ?
സാർ ആ വാക്കൊന്നുകൂടി പറയാം. എസ്റ്റോണിഷ്മെൻറ്റ്, ASTONISHMENT, എസ്റ്റോണിഷ്മെൻറ്റ്. എഴുതിയോ? എസ്റ്റോണിഷ്മെൻറ്റ് എഴുതിയാ? എസ്റ്റോണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ അത്ഭുതം. എസ്റ്റോണിഷ്മെൻറ്റ് അത്ഭുതം. അപ്പോൾ ഹി സോ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആണ് സാർ പറയുന്നത് കേട്ടോ. ഹി സോ എ കാർ വിത്ത് എസ്റ്റോണിഷ്മെൻറ്റ്. അവനൊരു കാർ അത്ഭുതത്തോടെ കണ്ടു. അങ്ങനെ അത്ഭുതപ്പെടുത്താവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സുള്ള കാറായിരിക്കും അത്. അതുകൊണ്ടാണ് അങ്ങനെ ആ വാചകം വന്നത്. അപ്പോൾ എസ്റ്റോണിഷ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അത്ഭുതം എന്നാണ് കേട്ടോ. അപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുമല്ലോ. എസ്റ്റോണിഷ്മെൻറ്റ് പുതിയൊരു വാക്കാണ്. എസ്റ്റോണിഷ്മെൻറ്റ് ASTONISHMENT, എസ്റ്റോണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ അത്ഭുതം എന്നാണ് അർത്ഥം. അടുത്ത വാക്ക് എഴുതാം. അടുത്ത വാക്ക് എഴുതല്ലേ? ഓക്കെ. റെജിമെൻറ്റ്, REGIMENT, റെജിമെൻറ്റ്, REGIMENT, റെജിമെൻറ്റ്, REGIMENT, റെജിമെൻറ്റ്. ഒരു കൂട്ടം പട്ടാളക്കാർ, റെജിമെൻറ്റ് ഒരു കൂട്ടം പട്ടാളക്കാർ. എഴുതിയോ? റെജിമെൻറ്റ് ഒരു കൂട്ടം പട്ടാളക്കാർ, റെജിമെൻറ്റ്. എഴുതിയോ? ഓക്കെ. പ്രോബബിൾ, PROBABLE, പ്രോബബിൾ, PROBABLE, പ്രോബബിൾ. സാധ്യതയുള്ള, പ്രോബബിൾ സാധ്യതയുള്ള. എഴുതിയോ? ഈ വാക്ക് ആർക്കെങ്കിലും മുൻപ് അറിയാമായിരുന്നോ? പ്രോബബിൾ എന്നുള്ള വാക്ക് ഒരാൾക്കറിയായിരുന്നു. നൗറിനെ അറിയാമായിരുന്നു. ഓക്കെ അല്ലേ? നൗറിനല്ലേ അറിയാമെന്ന് പറഞ്ഞേ? ഓക്കെ. പ്രോബബിൾ, പോസിബിൾ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. പ്രോബബിൾ എന്ന് വെച്ചാൽ സാധ്യതയുള്ള. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ഹാർഡ് ജോബ്, എഴുതിയോ? ഹാർഡ് ജോബ് എഴുതിയ? ഹാർഡ് ജോബ്. ബുദ്ധിമുട്ടുള്ള ജോലി, ഹാർഡ് ജോബ്, ബുദ്ധിമുട്ടുള്ള ജോലി. എഴുതിയോ? ഹാർഡ് ജോബ്, ബുദ്ധിമുട്ടുള്ള ജോലി. ഓക്കെ. നമുക്ക് അടുത്ത വാക്ക് എഴുതാം. അഗ്രവേറ്റഡ്, AGGRAVATED, അഗ്രവേറ്റഡ്, AGGRAVATED, അഗ്രവേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം കൂടി. അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ അസുഖം കൂടി എന്നാണ്. അഗ്രവേറ്റഡ് ഡിസീസ് എന്ന് വെച്ചാൽ ആണ് അസുഖം കൂടി. അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ കൂടി, അഥവാ ഇവിടെ എന്താണ് കൂടിയത്? മിസ്സസ് ക്ലിഫോർഡിന് അസുഖം കൂടുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അസുഖം കൂടി എന്ന് പറഞ്ഞത്. അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ ആ വാക്കിന് ഒറ്റയ്ക്ക് നിലനിൽക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത് കൂടി എന്നാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കോണ്ടെക്സ്റ്റുവൽ മീനിങ് വരുന്നത് അസുഖം കൂടി എന്നാണ്. ഡിസീസ് അഗ്രവേറ്റഡ് എന്നൊക്കെയാണ് ആ യൂസേജ് വരുന്നത്, ആ വാക്കുകൾ വരുന്നത്. ഇനി അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ആങ്സൈറ്റി, ANXIETY, ആങ്സൈറ്റി, ANXIETY, ആങ്സൈറ്റി. ആകാംക്ഷ, ആകാംക്ഷ. എഴുതിയോ? ആങ്സൈറ്റി എന്ന് വെച്ചാൽ എന്താ? ആകാംക്ഷ. ഓക്കെ. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. കൺസോൾ, CONSOLE, കൺസോൾ, CONSOLE, കൺസോൾ. സമാധാനിപ്പിക്കുക, കൺസോൾ എന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുക. കൺസോൾ, സമാധാനിപ്പിക്കുക. എഴുതിയോ? കൺസോൾ, സമാധാനിപ്പിക്കുക. ഓക്കെ. അടുത്ത വാക്ക് എഴുതാം. ടിപ്ടോഡ്, TIPTOED, ടിപ്ടോഡ്, TIPTOED, ടിപ്ടോഡ്. ഒച്ചയുണ്ടാക്കാതെ നടക്കുക. ടിപ്ടോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒച്ചയുണ്ടാക്കാതെ നടക്കുക. ടിപ്ടോഡ് ഒച്ചയുണ്ടാക്കാതെ നടക്കുക. എഴുതിയോ? ടിപ്ടോഡ്. ഈ പൂച്ചയ്ക്ക് വരുന്ന ടിപ്ടോഡ് സ്പെല്ലിംഗ് ഒന്നുകൂടിയും പറഞ്ഞുതരാം. TIPTOED. ടിപ്ടോഡ്. ടിപ്ടോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കാതെ നടക്കുക. പൂച്ചയ്ക്ക് വരുന്നുണ്ടല്ലേ, ഒച്ച ഉണ്ടാക്കാണ്ട് വരിക പൂച്ചയൊക്കെ അല്ലേ? നമ്മളറിയില്ല അത് അടുക്കളയുടെ ഭാഗത്തേക്ക് പോണത്. അപ്പോൾ ടിപ്ടോഡ്, ദ കാറ്റ് ടിപ്ടോഡ് ടു ദ കിച്ചൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പൂച്ച ഒച്ച ഉണ്ടാക്കാതെ അടുക്കളയിലേക്ക് പോയി. ആ വാചകത്തിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ, വാക്ക് മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ബിസീച്ചിങ്. BESEECHING. ബിസീച്ചിങ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. BESEECHING. ബിസീച്ചിങ്. ബിസീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ബിസീച്ചിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അപേക്ഷിക്കുക എന്നാണ് വരുന്നത്. എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഫിക്സ് ഡയലമ. ഫിക്സ് ദ ഡയലമ. ഫിക്സ് FIX ദ THE. സ്പെല്ലിംഗ് പറയണേ. ഏതിൻ്റെയാ? ബിസീച്ചിങ്ങിൻ്റെ ആണോ സ്പെല്ലിംഗ് വേണ്ടേ? BESE. അർത്ഥം ബിസീച്ചിങ്ങിൻ്റെ അപേക്ഷിക്കുക. ബിസീച്ചിങ്ങിൻ്റെ അപേക്ഷിക്കുക. ബസ്ലിയിൽ എഴുതിയെടുത്താ? ബിസീച്ചിങ്ങിൻ്റെ അർത്ഥം വെരി ഗുഡ്. ബിസീച്ചിങ് എന്ന് വെച്ചാൽ അപേക്ഷിക്കുക. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ഫിക്സ് ഡയലമ. ഫിക്സ് ദ ഡയലമ. FIX ദ THE. ഡയലമ DILEMMA. ഫിക്സ് ദ ഡയലമ. അതിന് എഴുതിക്കോളൂ. എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. ഫിക്സ് ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. എഴുതിയോ? എഴുതിയോ? ഫിക്സ് ദ ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അപ്പോൾ ഫിക്സ് ഡയലമ വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അതെങ്ങനെ സെറ്റായി ശരിയാക്കണമെന്ന് അറിയില്ല. ഫിക്സ് ഡയലമ. ഹി ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദ ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഹീസ് ഇൻ എ ഡയലമ എന്ന് പറഞ്ഞാലും അവന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മറ്റൊരു പ്രയോഗ രീതി ഹി വാസ് ബിറ്റ്വീൻ ദ ഹോൺസ് ഓഫ് ഡയലമ എന്നൊക്കെ പറയും. ഹി വാസ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ. ഇതൊക്കെയാണ് വേറൊരു ഇത്. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് സീ എന്ന് പറയുന്നത് രണ്ട് പ്രശ്നങ്ങളുടെ ഇടയിലാണ്. ഹി വാസ് ബിറ്റ്വീൻ ദ ഹോൺസ് ഓഫ് ഡയലമ എന്ന് വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളുടെ ഇടയിലാണ്. ഹി ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദ ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രയാസം എങ്ങനെ അതിജീവിക്കണം, അതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഹി വാസ് ഇൻ എ ഡയലമ. ഹി വാസ് ഇൻ എ ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് തിരഞ്ഞെടുക്കണോ അത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. മനസ്സിലായല്ലോ? ഡയലമ. ഫിക്സ് ദ ഡയലമ എന്ന് വെച്ചാൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. എഴുതിയോ? മനസ്സിലായോ? ഹലോ, ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. സാർ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സാറിനോട് ചോദിച്ചോട്ടാ. സംശയമുണ്ട് സാറേ എനിക്കിത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ സാർ അത് വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു തരും. ആരും മടിയായിരിക്കേണ്ട കേട്ടോ. ഡയലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ത്രഷ്ഹോൾഡ്. ത്രഷ്ഹോൾഡ്. THRESHOLD. ത്രഷ്ഹോൾഡ്. THRESHOLD. ത്രഷ്ഹോൾഡ്. ഇത് മഹാത്മാഗാന്ധിജിയുടെ പാഠത്തിൽ സാർ പറഞ്ഞു പോയതാണ്. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു പറഞ്ഞ പാഠത്തിൽ സാർ പറഞ്ഞു പോയത്. ത്രഷ്ഹോൾഡ് ആരെങ്കിലും ഓർക്കണ്ട? ത്രഷ്ഹോൾഡ് ആരെങ്കിലും ഓർക്കണ്ട? കുഴപ്പമില്ല, സാറ് തന്നെ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഷാമിലല്ലേ പറഞ്ഞേ? ഹലോ, വെരി ഗുഡ് കേട്ടോ ഷാമിൽ. അപ്പോൾ മുന്നത്തെ ആ പാഠത്തിലെ അർത്ഥം ഷാമിൽ നോക്കി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ത്രഷ്ഹോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാതിൽപ്പടി എന്ന് തന്നെയാണ്. ശരിയാണ് കേട്ടോ. വെരി ഗുഡ് കേട്ടോ. ത്രഷ്ഹോൾഡ് സ്പെല്ലിങ് ഒരിക്കൽ കൂടി സാർ പറഞ്ഞുതരാം. THRESHOLD. ത്രഷ്ഹോൾഡ്, വാതിൽപ്പടി.
അപ്പോൾ നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥം പഠിക്കുമ്പോൾ വളരെയധികം സന്തോഷം വരുന്നുണ്ട്. പുതിയ വാക്കുകൾ എപ്പോഴും പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഷാമിലിനെ ഒരിക്കൽ കൂടിയും എൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്ത വാക്കിലേക്ക് നമുക്ക് പോകാം. ഹെസിറ്റേറ്റ്, HESITATE, ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ്, HESITATE, ഹെസിറ്റേറ്റ്. സംശയിച്ച് നിൽക്കുക. ഹെസിറ്റേറ്റ്, സംശയിച്ച് നിൽക്കുക. ഹെസിറ്റേറ്റ്, സംശയിച്ച് നിൽക്കുക. ഹെസിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയിച്ച് നിൽക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു ഉത്തരം പറയണോ വേണ്ടെന്ന് ഇങ്ങനെ സംശയിച്ചെങ്കിലേ ശരിക്കുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ ഹി ഹെസിറ്റേറ്റഡ് ടു ആൻസർ എന്നൊക്കെ പറയും. അപ്പോൾ ഉത്തരം പറയാൻ സംശയിച്ച് നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഷാമിൽ വളരെ ബോൾഡായിട്ട് സന്തോഷത്തോടെ ആ ഉത്തരം പറഞ്ഞു. നേരത്തെ ത്രഷോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് ഒരിക്കൽ കൂടി സാറിന് സന്തോഷം കൊണ്ട് സാർ വീണ്ടും ഒരു കൺഗ്രാജുലേഷൻസ് പറയാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സംശയിച്ച് നിൽക്കുക. അത് എഴുതി കഴിഞ്ഞോ? ഹലോ, എഴുതി എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. സ്ട്രീംഡ്, STREAMED, സ്ട്രീംഡ്. സ്ട്രീംഡ് എന്ന് വെച്ചാൽ ഒഴുകി. സ്ട്രീംഡ്, ഒഴുകി. ദ റിവർ സ്ട്രീംഡ് ഫ്രം ദ ഹിൽ എന്നൊക്കെ പറയില്ലേ, ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും നദി താഴേക്ക് ഒഴുകി എന്നാണ്. അപ്പോൾ സ്ട്രീംഡ്, ഒഴുകി എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയാ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഫെയിൻറ്റ്ലി. ഫെയിൻറ്റ്ലി, FAINTLY, ഫെയിൻറ്റ്ലി. FAINTLY, ഫെയിൻറ്റ്ലി. ഫെയിൻറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി കുറഞ്ഞ രീതിയിൽ. ഫെയിൻറ്റ്ലി, ശക്തി കുറഞ്ഞ രീതിയിൽ. ഫെയിൻറ്റ്ലി എഴുതിയോ? ഫെയിൻറ്റ്ലി, ശക്തി കുറഞ്ഞ രീതിയിൽ. മോർണിംഗ്. മോർണിംഗ്, മോർണിംഗ് അല്ല, മോർണിംഗ്. MOURNING. മോർണിംഗ് സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. MOURNING, മോർണിംഗ്. മോർണിംഗ് എന്ന് വെച്ചാൽ ദുഃഖാചരണം. മോർണിംഗ് എന്ന് വെച്ചാൽ ദുഃഖാചരണം എന്നാണ് അർത്ഥം വരുന്നത്. മോർണിംഗ് എന്ന് വെച്ചാൽ ദുഃഖാചരണം എന്നാണ് അർത്ഥം വരുന്നത്. ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയില്ലേ, രാഹുൽ മോൺഡ് ഹിസ് ബ്രദേഴ്സ് ഡെത്ത്. അതായത് രാഹുലിൻ്റെ സഹോദരൻ മരിച്ചതിൽ രാഹുൽ വളരെയധികം വേദനിച്ചു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ മോർണിംഗ് എന്ന് വെച്ചാൽ ദുഃഖാചരണം. എഴുതിയോ? എഴുതിയല്ലോ. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് എഴുതാം. adjoining, ADJOINING, adjoining. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ADJOINING, adjoining. adjoining എഴുതിയാ? adjoining എന്ന് വാക്ക് എഴുതിയോ? ഹലോ, അടുത്ത, തൊട്ടടുത്ത. adjoining, അടുത്ത എന്നാണ്, തൊട്ടടുത്ത. അപ്പോൾ നമ്മളൊരു ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ, ലൈനിലൊക്കെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത ആൾ, ഹി വാസ് എ പേഴ്സൺ സ്റ്റാൻഡിങ് he was just adjoined to me എന്ന് എഴുതില്ലേ, പറയില്ലേ നമ്മൾ, അദ്ദേഹം നമ്മുടെ തൊട്ടടുത്തായിരുന്നു. അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വാസ് adjoined to the ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. അതായത് തൊട്ടടുത്തുള്ള adjoining. S3 കമ്പാർട്ട്മെൻറ്റ് വാസ് adjoining S7 കമ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് തൊട്ടടുത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത്. adjoining എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു യൂസേജ് എന്ന് പറഞ്ഞത് രാജേഷ് ഗോട്ട് ഇൻ ടു ദ adjoining കമ്പാർട്ട്മെൻറ്റ്, തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ adjoining എന്ന വാക്കിൻ്റെ അർത്ഥം തൊട്ടടുത്തുള്ള എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? ഓക്കെ, അടുത്ത വാക്ക് എഴുതാം. പ്രൊഫ്യൂഷൻ, PROFUSION, പ്രൊഫ്യൂഷൻ. PROFUSION, പ്രൊഫ്യൂഷൻ. എഴുതിയോ? പ്രൊഫ്യൂഷൻ. പ്രൊഫ്യൂഷൻ. പ്രൊഫ്യൂഷൻ എഴുതിയോ?
പ്രൊഫ്യൂഷൻ സ്പെല്ലിംഗ് സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. PROFUSION പ്രൊഫ്യൂഷൻ. പ്രൊഫ്യൂഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ധാരാളം, വളരെയധികം. പ്രൊഫ്യൂഷൻ ധാരാളം അഥവാ വളരെയധികം. പ്രൊഫ്യൂഷൻ ധാരാളം അഥവാ വളരെയധികം. എഴുതിയോ? പ്രൊഫ്യൂഷൻ ധാരാളം അഥവാ വളരെ അധികം. എഴുതിയല്ലോ? ഹലോ, ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് വാക്ക് എഴുതാം. ഡിപ്രൈവ്. DEPRIVE. ഡിപ്രൈവ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. DEPR എന്താ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ഹലോ, പ്രൊഫ്യൂഷൻ്റെ സ്പെല്ലിംഗ് ആണോ? പ്രൊഫ്യൂഷനാണോ ചോദിച്ചത് ബസ്ലീൽ? എൻ്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പം ശരിയായാ? ഇപ്പം കുഴപ്പമില്ലല്ലോ? ഡിപ്രൈവ്. അത് ഇടയ്ക്ക് നെറ്റ് കട്ടാവണതാ. ഡിപ്രൈവ്. ഡിപ്രൈവ് നമുക്ക് നോക്കാം. DEPRIVE. ഡിപ്രൈവ്. ഡിപ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു മാറ്റുക. ഡിപ്രൈവ് എടുത്തു മാറ്റുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ഇല്ലാതാക്കുക. ഡിപ്രൈവ് എടുത്തു മാറ്റുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ഉദാഹരണത്തിന് സാർ ഇങ്ങനെ പറയാം. ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം. ബ്രിട്ടീഷ് റൂൾ ഡിപ്രൈവ്ഡ് ദ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്കാരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കി എന്നാണ്. മനസ്സിലായോ? ബ്രിട്ടീഷ് റൂൾ ഡിപ്രൈവ്ഡ് ദ റൂൾസ് ബ്രിട്ടീഷ് റൂൾ ഡിപ്രൈവ്ഡ് ദ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. മനസ്സിലായല്ലോ? ഹലോ, ഇനി ആൺകുട്ടികളൊന്നും പറഞ്ഞില്ല. ബസ്ലീൽ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മളിന്ന് എത്ര വാക്കുകളുടെ അർത്ഥം എഴുതി? ടോട്ടല് ആകെ എത്ര വാക്കുകൾ എഴുതി? എത്രയാ? 33. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇത്രയും വാക്കുകളുടെ അർത്ഥം നമ്മൾ ആ പാഠത്തിൽ നിന്നും പഠിച്ചെടുത്തു. പുതിയ വാക്കുകളാണ് ഇത്. നമ്മുടെ ഭാഷയിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ, എഴുതുമ്പോഴായാലും നമ്മളത് സംസാരിക്കുമ്പോഴായാലും നമുക്ക് ഈ പുതിയ വാക്കുകളും അർത്ഥങ്ങൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അത് വളരെ യുക്തിയോടും ബുദ്ധിയോടും കൂടി അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ സാറ് തരാം. അപ്പോൾ ആ സമയത്ത് ഈ വാക്കുകളും ആ ഉത്തരങ്ങളിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് അതും കൂടി ചേർത്ത് എഴുതാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ സാറ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ തരാം. ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ മതി അല്ലേ? ഇപ്പം ഇന്ന് വേണോ? ഇപ്പോൾ വേണോ? ഹലോ ഹലോ, പറഞ്ഞോളൂ. വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞോളൂ. എന്താ വേണ്ടേ? വേണ്ട. ഓക്കെ ഓക്കെ, പേടിക്കണ്ട. അടുത്ത ക്ലാസ്സിലാണ് ഇനി സാറ് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ തരുന്നുള്ളൂ കേട്ടോ. ഇനി അറ്റൻഡൻസിൽ ഓക്കെ, ഒരു മിനിറ്റ്. അറ്റൻഡൻസ് എടുക്കാണ്ട്. അറ്റൻഡൻസിൽ ഒരു മിനിറ്റ്, ആരും പോകരുത് കേട്ടോ. അറ്റൻഡൻസ് എടുത്തിട്ട് പോകാം. ദിൽഷാദ് വന്നിട്ടുണ്ടോ? ദിൽഷാദ് ക്യാപ്പിലാണ് ഞാൻ ചോദിക്കണേ കേട്ടോ. ദിൽഷാദ് വന്നിട്ടില്ല അല്ലേ? ഫാത്തിമത്ത് സന വന്നിട്ടുണ്ടോ? ഫാത്തിമത്ത് സന ക്യാപ്പിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? ജെനിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? മെഗ്നിൽ വന്നിട്ടുണ്ടോ? മെഗ്നിൽ വന്നിട്ടില്ല അല്ലേ? ഉണ്ടെങ്കിൽ പറയട്ടോ. ഈ പേര് വിളിക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ പറയുക. മുഹമ്മദ് സിനാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? ഋതുൽ വന്നിട്ടുണ്ടോ? ഇതിൽ സാധാരണ മുടങ്ങാറില്ലല്ലോ. സൗരവ് വന്നിട്ടുണ്ടോ? സൗരവ് വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഇനി സാർ OFയിലെ കൂടി അറ്റൻഡൻസ് വിളിക്കാം കേട്ടോ. OFയിലും കൂടി നോക്കിയിട്ട് നമുക്ക് OFയിലെ നിയാസ് വന്നിട്ടുണ്ടോ? നിയാസ് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. സഫ്വാൻ വന്നിട്ടുണ്ടോ? ഇൻസമാം വന്നിട്ടുണ്ടോ? ഹലോ, വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻസമാം ഇടയിൽ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. സാർ ശ്രദ്ധിച്ചു.
ഇനി ശ്രീജ പി വന്നിട്ടുണ്ട്. മുഹമ്മദ് അനസ് വന്നിട്ടുണ്ടോ? മുഹമ്മദ് അനസ്, ഓക്കെ. മുഹമ്മദ് അനസ്. അങ്ങനെ ഇടയിൽ വരുന്നവർ സാറ് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റൻഡൻസ് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അഫ്സൽ റഹ്മാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? ഓക്കെ. ആദിൽ വന്നിട്ടില്ല. നഫീം വന്നിട്ടില്ല. സായൂജ് വന്നിട്ടില്ല. ഷഹിൻ ഷാ വന്നിട്ടില്ല. അൽകേഷ് അനിൽകുമാർ വന്നിട്ടില്ല. ഫർഹാന എൻ ജെ വന്നിട്ടുണ്ടോ? ഫർഹാന എൻ ജെ ഇല്ല. അജിത് എ വി വന്നിട്ടില്ല. ബാക്കിയുള്ളവരുടെ അറ്റൻഡൻസ് സാറ് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് തന്നെ എടുത്തിരുന്നു. ബാക്കിയുള്ള എല്ലാവരുടെയും സാറ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ താങ്ക്സ്. അടുത്ത ക്ലാസ്സിൽ സാറ് ചോദ്യോത്തരങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലെഫ്റ്റ് ആകാം. എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ക്സ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.